ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. ആതുരപൂർണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവ സ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവിൻ്റെ സ്നേഹവും കരുതലും വെളിപ്പെടുത്തുന്ന ഇന്നത്തെ നഴ്സസ് ടൈമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ കാതറിൻ സ്വന്തം അമ്മ ഒരുക്കമില്ലാതെ മരിച്ചപ്പോൾ സങ്കടത്തോടെ കർത്താവിനോട് പറഞ്ഞു, എൻ്റെ കർത്താവെ, എൻ്റെ കുടുംബത്തിൽ ആരും നരകത്തിൽ പതിക്കാൻ അനുവദിക്കില്ലെന്ന് നീ എനിക്ക് വാക്ക് തന്നിട്ടുണ്ടല്ലോ. വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ കർത്താവ് അവളുടെ വേദനയ്ക്ക് മറുപടി എന്നോണം അവളുടെ അമ്മയെ അപ്പോൾ തന്നെ ഉയർപ്പിച്ചു. ഇന്ന് ഖത്തറിലുള്ള ഈ നഴ്സിൻ്റെ കുടുംബം ഈശോയോട് ചേർന്ന് ജീവിച്ചപ്പോൾ അനുഭവിച്ച കർത്താവിൻ്റെ സ്നേഹം ഇപ്പോൾ പങ്കുവെക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളും തലമുറകളും അനുഗ്രഹിക്കപ്പെടാനായി പ്രാർത്ഥിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നേഴ്സസ് ടൈംസിൻ്റെ ഈ എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള എല്ലാ ശാലോം പ്രേക്ഷകരെയും സന്തോഷത്തോടും സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പേര് ജോബിഷ്. ഇന്ന് നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഫാമിലിയെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് സിറിൽ, ഖത്തറിൽ ബിസിനസ് ചെയ്യുന്നു. എൻ്റെ പേര് വിൽമേഷ്, ഞാൻ ഖത്തറിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ പേര് എൽബർട്ട് സിറിൽ, ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് എവ്ലിൻ സിറിൽ, ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. സങ്കീർത്തനം 119 അധ്യായം 71 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ദുരിതങ്ങൾ എനിക്ക് ഉപകാരമായി, തന്മൂലം ഞാൻ അങ്ങയുടെ ചട്ടങ്ങൾ അഭ്യസിച്ചുവല്ലോ. ഖത്തർ നേഴ്സസ് മിനിസ്ട്രിയിൽ ഫാമിലിയായി ആദ്യമായി കടന്നു വന്നത് സിറിലിൻ്റെ ഫാമിലിയാണല്ലോ. ഒരു നേഴ്സ് പോലും അല്ലാതിരുന്നിട്ടും ഈ ഖത്തർ നേഴ്സസ് മിനിസ്ട്രിയിലോട്ട് കടന്നു വരാൻ ഉണ്ടായ സാഹചര്യം ഒന്ന് പറയാമോ? 2015 എൻ്റെ ബിസിനസ്സിൽ ചെറിയ ഇഷ്യൂ ഉണ്ടായി. അങ്ങനെ ബിസിനസ്സിൽ ഉണ്ടായിരുന്ന എൻ്റെ പാർട്ട്ണർഷിപ്പ് ഞാൻ ഒഴിഞ്ഞു. എല്ലാവരിൽ നിന്നും, പ്രത്യേകിച്ച് ഫ്രണ്ട്സിൽ നിന്നൊക്കെ ഞാൻ പെട്ടെന്ന് ഒറ്റപ്പെട്ടു പോയി. വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ടും അതുപോലെ തന്നെ മാനസിക വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ആ അവസരത്തിലാണ് വൈഫ് എന്നോട് പറയുന്നത്, ഇങ്ങനെ ഖത്തറിലെ നേഴ്സസ് മിനിസ്ട്രി ഒരു നേഴ്സസ് കൂട്ടായ്മയുണ്ട്, സാറ്റർഡേ ഫെലോഷിപ്പ്, അപ്പോൾ അതിന് എൻ്റെ കൂടെ വരണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ നോക്കുമ്പോൾ അതിലെല്ലാവരും ഫീമെയിൽ നേഴ്സുമാരായിരുന്നു. പിന്നെ ആ കാലഘട്ടത്തിലൊന്നും ഫാമിലി ആയിട്ട് ആരും വന്നിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിന്നെ അവിടെ കൊണ്ടുവിടാം, ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ വൈഫിനെ ഞാൻ അവിടെ പള്ളിയിലേക്ക് വൈഫിൻ്റെ ഒപ്പം ഞാൻ പോയി. ഞാൻ ആരാധന ചാപ്പലിലേക്ക് പോയി, വൈഫ് നേഴ്സസ് പ്രയറിനും പോയി. പക്ഷേ നെക്സ്റ്റ് വീക്കിലാകുമ്പോഴേക്കും വൈഫ് എന്നെ ഒത്തിരി നിർബന്ധിച്ചു. അന്നത്തെ സാഹചര്യത്തിൽ ദൈവമായിട്ട് കൂടുതൽ അടുക്കാനായിട്ട് എനിക്ക് വലിയൊരു പ്രചോദനം ഉണ്ടായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയിലേക്ക് കൂടുതൽ അടുക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ നെക്സ്റ്റ് വീക്കിൽ ഞാൻ വൈഫിൻ്റെ നിർബന്ധം കൂടി ആയപ്പോൾ നേഴ്സസ് പ്രയറിൽ ഞാൻ കടന്നു ചെല്ലുകയാണ്. ഞാൻ ആദ്യം അവിടെ ചെല്ലുമ്പോൾ എന്നെ ഏറ്റവും അധികം ആകർഷിച്ചത് അവിടുത്തെ പ്രയറും വചനപ്രഘോഷണങ്ങളൊക്കെ ആയിരുന്നു. കാരണം അന്ന് ഞാൻ മോർണിംഗിൽ പ്രാർത്ഥിച്ച് ദൈവം എനിക്ക് നൽകിയ അതേ വചനം തന്നെയായിരുന്നു അവിടെ അന്ന് അവർ ഷെയർ ചെയ്യേണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ദൈവം ഇത് ആഗ്രഹിക്കുന്നുണ്ട്, ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ വരാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നീട് ഞാൻ എല്ലാ ആഴ്ചകളിലും കൂട്ടായ്മയിൽ മുടങ്ങാതെ തന്നെ വന്നു തുടങ്ങി. ചേച്ചി ഇന്നത്തെ ഖത്തർ നേഴ്സസ് മിനിസ്ട്രിയിൽ വളരെ ആക്റ്റീവായിട്ട് തീഷ്ണതയോടും പ്രാർത്ഥനയോടും കൂടെ ആയിരിക്കുന്ന ഒരാളാണല്ലോ. ചേച്ചി എങ്ങനെയാണ് ഈ നേഴ്സസ് മിനിസ്ട്രിയിലോട്ട് കടന്നു വന്നത്? 2005 ഖത്തറിൽ ജോലിക്കായിട്ട് വന്നത്. ആ സമയത്ത് നേഴ്സസ് പ്രയറിനെല്ലാം പോകുമായിരുന്നു. 2007 കല്യാണം കഴിഞ്ഞു. അതിനുശേഷം 2008 മോളുണ്ടാവുകയും 2010 മോനുണ്ടാവുകയും ചെയ്തു. അതിനുശേഷം കുറച്ച് ഗ്യാപ്പ് നമുക്ക് സൂക്ഷിക്കേണ്ടതായിട്ട് വന്നു. പിള്ളേർ ചെറുതായതിൻ്റെ വക്കിൽ പിള്ളേരെ നോക്കാനുള്ള സാഹചര്യത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം കാരണം. അതിനുശേഷം 2015 ഹസ്ബൻഡിൻ്റെ ബിസിനസ്സിലുണ്ടായ പ്രശ്നങ്ങൾ മൂലം കൂടുതലായിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാനും കഷ്ടപ്പാടുകൾ വരുന്നത് നേഴ്സസ് പ്രയറിൽ പോകുന്നത് മൂലം നമുക്ക്
അതിനോട് ചേർന്ന് യോജിച്ച് നിൽക്കുവാനായിട്ട് ഒരു സാഹചര്യം ദൈവമായിട്ട് നമുക്ക് ഒരുക്കി തന്നു. ഖത്തർ നേഴ്സസ് മിനിസ്ട്രിയിലോട്ട് കടന്നു വന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒത്തിരി അനുഗ്രഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ ഓർമ്മയിൽ വരുന്ന ഒരു കാര്യം ഞങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാവോ? 2015 ഞാൻ നേഴ്സസ് മിനിസ്ട്രിയിലേക്ക് വന്നതിന് ശേഷം ദൈവം ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾക്ക് ചെയ്തു. ദൈവം നമ്മളെ തൻ്റെ വലതു കൈ പിടിച്ച് നടത്തുന്ന ഒരു പ്രതീതിയായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോൾ ഏകദേശം 3-4 വർഷത്തിനുള്ളിൽ ദൈവികമായിട്ട് കൂടുതൽ അടുക്കാനും ബൈബിൾ വായിക്കാനൊക്കെയുള്ള വലിയൊരു പ്രചോദനം അതിലൂടെ ഉണ്ടായി. നല്ലൊരു കുമ്പസാരം ഞാൻ ഇതിലൂടെ നടത്തി. കുമ്പസാരത്തിന് ശേഷം വലിയൊരു ചേഞ്ച് എനിക്ക് വന്നു. ഞാൻ വൈഫ് വീട്ടിൽ നിന്ന് ജോലിക്ക് പോയതിന് ശേഷവും മക്കൾ സ്കൂളിൽ പോയതിന് ശേഷം ഞാൻ ഒറ്റപ്പെട്ട് വീട്ടിൽ ഇരിക്കുകയായിരുന്നു. ആ ഇരിക്കുന്ന സമയത്ത് ദൈവം ഷാലോം TV-യിൽ വട്ടായച്ചൻ്റെ അഭിഷേകാഗ്നി കാണാനുള്ള വലിയൊരു പ്രേരണ എനിക്കുണ്ടായി. അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അഭിഷേകാഗ്നി കാണാൻ തുടങ്ങി. ആ സമയത്ത് അച്ഛൻ പറയുന്ന അല്ലെങ്കിൽ അച്ഛൻ എടുക്കുന്ന വിഷയത്തിലുള്ള ബൈബിൾ വചനം തന്നെ ദൈവം എനിക്ക് പിന്നീട് പ്രാർത്ഥിക്കുന്ന ടൈമിൽ ഞാൻ പ്രാർത്ഥിച്ച് ബൈബിൾ തുറക്കുമ്പോൾ എനിക്ക് കിട്ടുമായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ച് ബൈബിൾ എടുത്ത അതേ വചനം തന്നെ അഭിഷേകാഗ്നി ടോക്കിലൂടെ എനിക്ക് കാണാൻ പറ്റുമായിരുന്നു. അപ്പോൾ ബൈബിളും ദൈവവുമായിട്ട് ഞാനുമായി ഒരു വലിയൊരു ബന്ധം ദൈവം എനിക്ക് ഉണ്ടാക്കി തന്നു. അങ്ങനെ കൂടുതൽ പ്രോഗ്രാമുകളൊക്കെ കാണുവാനും പ്രാർത്ഥനയിലാവാനും അത് വഴിവെച്ചു. ഇതിൽ ഏറ്റവും വലിയൊരു അത്ഭുതം ഉണ്ടായത് 2018 ഫെബ്രുവരി 26 ഞങ്ങൾക്ക് വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. മരണത്തിൻ്റെ വക്കിൽ നിന്ന് തന്നെ ദൈവം ഞങ്ങളെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. എന്തായിരുന്നു ആ ആക്സിഡൻറ്റ്? ഒന്ന് വിശദീകരിക്കാവുന്നു. 2018 ഫെബ്രുവരി 26 ആക്സിഡൻ്റ് ഉണ്ടാവുന്നതിന് ഒരു 4 ദിവസം മുൻപ് വൈഫിന് ദൈവം സ്വപ്നത്തിൽ ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് നടക്കുന്നതായും ആംബുലൻസ് വന്ന് ഞങ്ങളെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതായും വൈഫ് കണ്ടിരുന്നു. വൈഫ് ഇത് എന്നോട് പറഞ്ഞപ്പോൾ എനിക്കത് ഞാൻ പറഞ്ഞു അത് ഒരു പക്ഷേ പേടി കൊണ്ടായിരിക്കാം, അല്ല തോന്നലായിരിക്കാം. വൈഫ് എന്നോട് പറഞ്ഞു വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ വണ്ടി ഓടിക്കണം. അപ്പോൾ ഞാൻ അത്ര കാര്യമാക്കിയില്ല, അവളുടെ ഒരു തോന്നലായിരിക്കും എന്നുള്ള രീതിയിൽ. പക്ഷേ ആക്സിഡൻറ്റ് നടക്കുന്ന അന്ന് ഫെബ്രുവരി 26 ഈവനിങ്ങിൽ ഒരു 4 മണിയായപ്പോൾ ഞാനും കുട്ടികളായിട്ട് അവരെ ട്യൂഷൻ സെൻറ്ററിലേക്ക് കൊണ്ടുപോകാനായിട്ട് റോഡ് ക്രോസ് ചെയ്യുമായിരുന്നു. റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഞാനൊരു സ്വരം കേൾക്കുകയാണ്, നിന്നെ വണ്ടി ഇടിക്കും എന്ന് പറയും. ആ സ്വരത്തിനൊരു പവർ ഉണ്ടായിരുന്നു. ആ പവറിൽ ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോ ഈ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വേറെ വണ്ടിയൊന്നും ഞാൻ കാണുന്നില്ല, പിന്നെ എന്തുകൊണ്ടാണ് വണ്ടി ഇടിക്കുന്നുള്ള രീതിയിൽ പറഞ്ഞത് എന്നുള്ളത്. എനിക്ക് ആ സ്വരം കേട്ടപ്പോൾ ഒരു വണ്ടി വന്ന് ഇടിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ അത് എൻ്റെ ബോഡിയിൽ എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ കുട്ടികളെ ട്യൂഷൻ സെൻ്ററിലാക്കി തിരിച്ചു വരുമ്പോഴും ഇതേ ഒരു സ്വരം ഞാൻ വീണ്ടും കേൾക്കുകയാണ്. അപ്പോഴും ഞാൻ ഈശോയോട് ചോദിച്ചു, ഈശോ ഇവിടെ വണ്ടിയൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. വീണ്ടും എനിക്ക് ബോഡിയിൽ സെയിം ഒരു എഫക്റ്റ് ഉണ്ടായി. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. അന്ന് വൈഫിന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നൈറ്റ് ഡ്യൂട്ടിക്ക് ഞങ്ങളൊരു 9 o'clock കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ ഞാൻ വൈഫിനെ വിളിച്ചു. വൈഫ് പോകാനായിട്ട് വിളിച്ചപ്പോൾ വൈഫ് പറഞ്ഞു, എനിക്ക് ബൈബിൾ വായിക്കാനായിട്ട് സങ്കീർത്തനം 91 കർത്താവിൻ്റെ സംരക്ഷണം വായിക്കാനായിട്ട് ഒരു പ്രേരണയുണ്ട്, നമുക്ക് അതിരുന്ന് വായിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ബൈബിൾ വായിക്കുകയാണ്, കർത്താവിൻ്റെ സംരക്ഷണം. അപ്പോൾ ഞാനും കരുതി നല്ലതല്ലേ കർത്താവിൻ്റെ സംരക്ഷണം വായിക്കാമെന്ന് കരുതി അത് ഫുള്ള് ഞങ്ങൾ വായിച്ചതിന് ശേഷം ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. വൈഫിൻ്റെ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുൻപുള്ള സിഗ്നൽ ക്രോസ് ചെയ്യുന്ന ടൈമിൽ അന്നേരം വൈഫ് എൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുക. അപ്പോൾ ഞങ്ങളിങ്ങനെ സംസാരിച്ച് വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ വൈഫ് എന്നോട് പറഞ്ഞു, എൻ്റെ സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നൊരു വണ്ടി വളരെ സ്പീഡിൽ റെഡ് സിഗ്നൽ ക്രോസ് ചെയ്തിട്ട് തന്നെ വരുന്നുണ്ട്, അത് നമ്മളെ വണ്ടി ഇടിക്കാൻ ചാൻസ് ഉണ്ടെന്ന് അവൾ പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞ് നോക്കി. ആ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ വണ്ടി വന്ന് ഇടിച്ചു. എൻ്റെ ഡ്രൈവർ സൈഡിലുള്ള ഡോറിലാണ് വണ്ടി വന്ന് ഇടിച്ചത്. ഇടിച്ച വശം തന്നെ വൈഫിൻ്റെ സൈഡിലേക്ക് റൈറ്റ് സൈഡിലേക്ക് വണ്ടി മറിഞ്ഞു. അത് കുറച്ച് ദൂരം റോഡായിട്ട് ഉരസി പോയി. വണ്ടി മറിയുന്ന ആ സമയത്ത് ഞാൻ വീണ്ടും ഒരു സ്വരം കേൾക്കുകയാണ്, നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല. ആ സ്വരത്തിന് അന്ന് കേട്ട പോലെ തന്നെ ഒരു പവർ ഉണ്ടായിരുന്നു. ഞാനിത് കേട്ട് ഞാൻ വൈഫിനെ നോക്കുമ്പോൾ വൈഫ് അലമുറയിട്ട് കരയായിരുന്നു. മാത്രമല്ല ഡോറിൻ്റെ ഗ്ലാസ് പൊട്ടി ചില്ല് ഞങ്ങളുടെ വണ്ടിക്കുള്ളിലേക്ക് ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ഈ സ്വരം കേട്ടതിന് കൊണ്ട് എനിക്ക് കരച്ചിൽ വന്നില്ല. എനിക്ക് എൻ്റെ മനസ്സിൽ എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായി. പക്ഷേ ഞാൻ കരയുന്നില്ല.
വണ്ടി ഒരു 4 മീറ്റർ 5 മീറ്ററോളം പോയി വണ്ടി നിന്നു. വണ്ടി നിന്നപ്പോൾ ഈ ചെറിയ ഒരു പുകയും ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പുകയൊന്നും ഞങ്ങളുടെ വണ്ടിയുടെ ഉള്ളിലേക്ക് വന്നില്ല. ദൈവം അത്ഭുതകരമായ വിധം ഞങ്ങളെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. ഫയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥർ വന്നിട്ടാണ് പിന്നെ ഞങ്ങളുടെ ഡോർ ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് കടത്താനായിട്ട്, അപ്പോൾ അവരുടെ വിചാരം ഇതൊരു വലിയൊരു അപകടം സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് എന്തോ ഗുരുതരമായ ഇത് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായിരുന്നു. അവർ ഡോറ് ഓപ്പൺ ചെയ്യാൻ നോക്കി, പക്ഷേ ഡോർ ഓപ്പൺ ആയില്ല. കാരണം വണ്ടി ഇടിച്ചത് ഡോറിലായിരുന്നു. അപ്പോൾ ഡോറ് ഡാമേജായി. പിന്നെ അവർ വണ്ടി വെട്ടിപ്പൊളിച്ച് ഞങ്ങളെ ഓപ്പൺ ചെയ്തിട്ട് എടുക്കാനുള്ള ഒരു ശ്രമം ആരംഭിച്ചു. അതുവരെ ഒരു കുഴപ്പമുണ്ടാവാതിരുന്ന ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇവർ വണ്ടി വെട്ടിപ്പൊളിക്കാൻ തുടങ്ങിയപ്പോൾ ബോഡി പാർട്സും അതുപോലെ ചില്ലുകളൊക്കെ ഞങ്ങളുടെ ദേഹത്ത് തെറിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, നിങ്ങൾ വണ്ടി വെട്ടിപ്പൊളിച്ച് നമ്മൾ പുറത്തേക്ക് എടുക്കേണ്ട എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അവർ അത് നിർത്തി. അവർ ഞങ്ങളോട് പറഞ്ഞു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, നിങ്ങൾ നോക്കി നിങ്ങൾ തന്നെ സാവകാശം പുറത്തേക്ക് ഇറങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഡോർ ഓപ്പൺ ചെയ്യാൻ നോക്കുമ്പോൾ അത് സാധിച്ചില്ല. ഞാൻ ഫാൻ ബെൽറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം ദൈവത്തോട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവമേ ഈ വണ്ടിയുടെ ഡോർ ഓപ്പൺ ചെയ്യാതെ ഇനി ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ അവിടെ ഇരുന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം വിശ്വാസപ്രമാണം മുഴുവൻ ഞാൻ ചെല്ലിയതിന് ശേഷം പ്രാർത്ഥിച്ച് ഞാൻ ഡോർ ഓപ്പൺ ചെയ്യാണ്. അത്ഭുതകരമെന്ന് പറയട്ടെ, ഡോർ ഓപ്പണായി. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല ഞാനും വൈഫും ഒരു കുഴപ്പം കൂടാതെ പുറത്തേക്ക് വന്നു. ഞങ്ങൾ പുറത്തേക്ക് വന്നതിന് ശേഷം വീണ്ടും ഞാനൊരു സ്വരം കേൾക്കുകയാണ്, എനിക്ക് അസാധ്യമായ എന്തെങ്കിലും ഉണ്ടോ. അതുവരെ കരയാതിരുന്ന ഞാൻ ഈ സ്വരം കേട്ടോടുകൂടി പൊട്ടിക്കരഞ്ഞുപോയി. അപ്പോൾ ഒരു ഫയർഫോഴ്സുകാരൻ ഓടി എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ കരയുന്നത് കണ്ടിട്ട് ആളെൻ്റെ കൈക്ക് പിടിച്ചിട്ട് പറഞ്ഞേ, മുകളിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ദൈവമാണ് നിങ്ങളെ രക്ഷിച്ചത്. കാരണം ഈ അത്രയും വലിയൊരു ആക്സിഡൻ്റാണ് ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ തന്നെ കുഴപ്പം കൂടാതെ പുറത്തേക്ക് വന്നല്ലോ. അങ്ങനെ ഒരു പോറൽ പോലും ഏൽക്കാതെ ഒരു തരി ബ്ലഡ് പോലും ഞങ്ങളുടെ ദേഹത്തൊന്നും പൊടിയാൻ ദൈവം അനുവദിച്ചില്ല. മാത്രമല്ല ദൈവത്തിൻ്റെ വലിയൊരു സംരക്ഷണം, ഒരു വചനത്തിൻ്റെ വലിയൊരു സംരക്ഷണം ഞങ്ങൾക്ക് അവിടെ ഉണ്ട്. അങ്ങനെ മരണത്തിൻ്റെ നിഴലിൽ നിന്ന് തന്നെ ദൈവം ഞങ്ങളെ അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. സങ്കീർത്തനം 23-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മരണത്തിൻ്റെ നിഴൽ വീണ താഴേക്കൂടി ഞാൻ നടക്കുമ്പോഴും കർത്താവ് എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഇത്രയേറെ വലിയൊരു അപകടം ഉണ്ടായിട്ടും വളരെ അത്ഭുതകരമായിട്ട് ഒരു പോറൽ പോലും ഏൽക്കാതെ ദൈവം നിങ്ങളെ രക്ഷിച്ചു. ആ സമയത്ത് ചേച്ചിക്ക് എന്ത് തോന്നി? ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ പൊതുവേ പിള്ളേരുമായിട്ടാണ് ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ചാണ് പോകാറുള്ളത്. അന്നത്തെ ദിവസം പിള്ളേരെ വീട്ടിലാക്കിയിട്ടാണ് ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോയത്. അത് വലിയൊരു ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അത് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പൊതുവേ ഒരു പേടിയുള്ള ആളാണ്. ഇത്രയെല്ലാം അപകടം സംഭവിച്ച ആ സമയത്തും വണ്ടിക്കുള്ളിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് വരികയും അങ്ങനെ അവിടെ നിന്ന് സെയിം ടൈമിൽ തന്നെ ആംബുലൻസ് അവിടെ വരികയും ആംബുലൻസിൽ കയറിയിരിക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് തന്നെ എനിക്ക് വൊമിറ്റ് ചെയ്യാനുള്ളൊരു സെൻസേഷൻ ദൈവം അവിടെ ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നു. അങ്ങനെ വൊമിറ്റ് ചെയ്ത ആ സമയത്ത് ഒരു ഗ്ലാസിൻ്റെ പീസ് തൊണ്ടയിൽ നിന്നും പുറത്തോട്ട് വരികയും അങ്ങനെ ഒരു ബ്ലീഡിങ് ഉണ്ടാവുകയോ ഒരു മുറിവ് ഉണ്ടാവുകയോ ഒരു പോറൽ പോലും ശരീരത്തിന് സംഭവിക്കുകയോ ചെയ്തില്ല. ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ളൊരു തോന്നൽ നമുക്ക് ശരിക്കും അത് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. സങ്കീർത്തനം 33-4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, കർത്താവിൻ്റെ വചനം സത്യമാണ്, അവിടുത്തെ പ്രവൃത്തി വിശ്വസനീയമാണ്. ഈ അപകട സാഹചര്യങ്ങളിലൊക്കെ ചേട്ടൻ കടന്നു പോയപ്പോഴും ചേട്ടൻ പറഞ്ഞല്ലോ, ചേട്ടനെ ദൈവവചനത്തിൻ്റെ ശക്തിയാലാണ് രക്ഷിച്ചത്. അത് എങ്ങനെയാണ് ചേട്ടന് ബോധ്യമായത്? ഈ ആക്സിഡൻറ്റ് സംഭവിച്ച് അന്ന് രാത്രി ഒരു 11:30 ആയപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഒരുവിധം ഇത് കഴിഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഡേ പുലർച്ചെ 2 മണിക്കായപ്പോൾ ഞങ്ങൾ ഡിസ്ചാർജായി. ഞങ്ങൾ വീട്ടിൽ വന്നതിന് ശേഷം ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ബോഡി പെയിന് ഉള്ള സംഭവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ദൈവത്തിൻ്റെ മുമ്പിൽ എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്, ഇത്രയും നാൾ ഒരു 3-4 വർഷത്തിനുള്ളിൽ ദൈവം ഒത്തിരി അത്ഭുതങ്ങളും അടയാളങ്ങളും ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. എന്നിട്ട് എന്തേ ദൈവം ഈ ഒരു സമയത്ത് മരണത്തിൻ്റെ വക്കിലേക്ക് ഞങ്ങളെ കൊണ്ടെത്തിച്ചത്? അപ്പം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ടൈമിൽ വചനത്തിലൂടെ സംസാരിക്കാറുണ്ട്. അപ്പം ഞാൻ ദൈവത്തോട് ഇങ്ങനെ ഒരു ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ദൈവം വചനം കാണിക്കുകയാണ്. ജെറമിയ 32:27, ഞാൻ സകല മർത്യരുടെയും കർത്താവായ ദൈവമാണ്, എനിക്ക് അസാധ്യമായ എന്തെങ്കിലും ഉണ്ടോ? ഈ വചനം ഞാൻ കേട്ടപ്പോൾ എനിക്ക് വലിയ അഭിഷേകം ഉണ്ടായി. മാത്രമല്ല
ദൈവം ആ മുമ്പത്തെ ആ ആക്സിഡൻറ്റിന് കേട്ട അതേ വചനം എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? ദൈവം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വചനത്തിലൂടെ ഞങ്ങളെ സംരക്ഷിക്കുകയായിരുന്നു. ഇതിനു മുമ്പ് ഞങ്ങൾ കേട്ട വചനങ്ങളും ഞങ്ങളെ കൊണ്ട് ബൈബിൾ വായിച്ചതും അതുപോലെ വൈഫ് സ്വപ്നം കണ്ടതൊക്കെ ദൈവം ഞങ്ങളെ വഴി നടത്തുമായിരുന്നുവെന്നും ദൈവത്തിൻ്റെ വചനം കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് ഞങ്ങളെ കൊണ്ട് നടക്കുമായിരുന്നുവെന്നും എനിക്ക് അപ്പോൾ ബോധ്യമായി. ഞാൻ അവിടെ ഇരുന്ന് ദൈവത്തിൻ്റെ ആ കരുണയെ ഓർത്ത്, ദൈവത്തിൻ്റെ ആ സ്നേഹത്തെ ഓർത്ത് കരഞ്ഞുപോയി. ഞങ്ങൾ സഞ്ചരിച്ചിരുന്ന വാഹനം ഇടിച്ചപ്പോൾ ആ ഇടിച്ച വണ്ടി ക്യാൻസലായി പോയി, ഞങ്ങളുടെ വാഹനവും ക്യാൻസലായിപ്പോയി. ഇത്രയും വലിയൊരു ആക്സിഡൻറ്റ് നടന്നിട്ടും ഞങ്ങൾക്ക് ഒരു പോറലേൽക്കുകയോ അല്ലെങ്കിൽ ഒരു തരി ബ്ലഡ് വരികയോ ചെയ്തില്ല. അത്രയും രീതിയിൽ ദൈവം ഞങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്തു. പ്രഭാഷകൻ 33:1 പറയുന്നുണ്ട്, കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുകയില്ല, ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. അങ്ങനെ വചനം അയച്ച് ദൈവം ഞങ്ങളെ സംരക്ഷിച്ചു. യെശയ്യാ പ്രവചൻ്റെ പുസ്തകം 30 അധ്യായം 20-21 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു: കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞു നോക്കിയാലും നിൻ്റെ കാതുകളുടെ പിന്നിൽ നിന്ന് നീ ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. ഈ വചനത്തിൻ്റെ സംരക്ഷണമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായത്. ഇനിയും വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിച്ചുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ അനേകായിരം അനുഗ്രഹങ്ങൾ ദൈവം വർഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിലും കഷ്ടങ്ങളും ക്ലേശങ്ങളും ഒക്കെ ഉണ്ടാകും. ആ സമയത്തെല്ലാം നമ്മൾ ഈ കുടുംബത്തെ പോലെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുക. അപ്പം ദൈവം നമ്മളെ പരിപാലിച്ചുകൊള്ളും. ലോകമെമ്പാടുമുള്ള സകല നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി ഈശോയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനാകട്ടെ, ഒരു വിശുദ്ധയാകട്ടെ. സങ്കീർത്തനങ്ങൾ 89 അധ്യായം 18 വാക്യം ഇപ്രകാരം പറയുന്നു: കർത്താവാണ് ഞങ്ങളുടെ പരിച, ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് ഞങ്ങളുടെ രാജാവ്. ദൈവം ഈ കുടുംബത്തിലേക്ക് ചുരിഞ്ഞ നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് അവരോടൊപ്പം നമുക്കും അവിടത്തോട് നന്ദി പറയാം. ഒപ്പം ഈശോയുടെ സ്നേഹം അനുഭവിച്ചറിഞ്ഞ ഒരു നഴ്സിനെ നമുക്കിപ്പോൾ പരിചയപ്പെടാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സെബിൻ സെബാസ്റ്റ്യൻ. ഞാൻ ഖത്തറിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. ഞാൻ ഒരിക്കലും ഒരു നേഴ്സാകാനായിട്ട് ആഗ്രഹിച്ച വ്യക്തിയല്ല. ദൈവത്തിൻ്റെ വചനം യെശയ്യാ പ്രവാചകനിലൂടെ ഇപ്രകാരം പറയുന്നുണ്ടല്ലോ: എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ ചിന്തകളും വഴികളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. ദൈവം എന്നെ ഒരു നേഴ്സായിട്ട് വിളിച്ചു. ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് കൽക്കട്ടയിലായിരുന്നു ആദ്യ നാളുകളിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വീട്ടിൽ നിന്ന് പോകുന്ന സമയത്ത് വീട്ടിലുള്ള മാതാപിതാക്കൾ ഒരു ബൈബിളൊക്കെ കൊണ്ടുപോകാനായിട്ട് എന്നോട് പറയുമ്പോഴും ഞാൻ ഒരു ബൈബിളൊന്നും കൊണ്ടുപോകാതെയാണ് കൽക്കട്ടയിലേക്ക് ഞാൻ വണ്ടി കയറിയത്. എൻ്റെ ചിന്ത ഇതായിരുന്നു: ഒരു ബൈബിളിൻ്റെ സ്ഥാനത്ത് 2-3 ഉടുപ്പ് കൂടെ വയ്ക്കാമല്ലോ, ഇത്രയും വെയിറ്റുള്ള സാധനം എന്തിനാണ് കൊണ്ടുപോകുന്നത്? അങ്ങനെ ഒരു ചിന്തയായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ കൽക്കട്ടയിലെത്തി ജോലിക്ക് കയറിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്: ഒരു നേഴ്സിന് ഏറ്റവും വേണ്ടത് ഒത്തിരി സ്നേഹവും കരുണയും വേദനിക്കുന്നവരെ കേൾക്കാനുള്ള ഒരു ഹൃദയമൊക്കെയാണ് വേണ്ടതെന്ന് മനസ്സിലായി. എന്നാൽ എനിക്ക് അവിടുത്തെ തിരക്ക് കാരണമൊക്കെ ഇവരെ രോഗികളെയൊന്നും വേണ്ടത്ര രീതിയിൽ പരിചരിക്കുവാനോ അവരെ കേൾക്കുവാനോ വേണ്ട കെയറുകൾ കൊടുക്കാനോ ഒന്നും ആദ്യ നാളുകളിൽ സാധിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് എനിക്ക് കൽക്കട്ടയിൽ നിന്ന് ഒരു നനഞ്ഞ ബൈബിള് കിട്ടുന്നത്. അവിടെ ഒരു ബൈബിള് നനഞ്ഞ് കിടക്കുന്നത് ഞാനിങ്ങനെ കാണാനിടയായി. അത് എൻ്റെ ഹൃദയത്തെ ഒത്തിരി എൻ്റെ ഹൃദയത്തിൽ ഒത്തിരി വേദന തന്ന നിമിഷങ്ങളായിരുന്നു. ഞാൻ ആ ബൈബിളെടുത്ത് ഞാനത് ഉണക്കാനായിട്ട് വെച്ചു. അത് എനിക്ക് സമയമൊക്കെ കിട്ടുമ്പോൾ ഞാൻ ഇടയ്ക്കിടത്തൊക്കെ വായിക്കും. പക്ഷേ എനിക്ക് അന്നേരം പ്രഭാഷകനും സുഭാഷിതങ്ങളൊക്കെ ഞാൻ വായിക്കുമെങ്കിലും എനിക്ക് വലുതായിട്ടൊന്നും മനസ്സിലാകത്തില്ല. ഞാൻ അത് ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള നാളുകളിൽ ബഹുമാനപ്പെട്ട സാജു അച്ഛൻ്റെ ഒരു ധ്യാനം അവിടെ വരുവാനായിട്ട് ഇടയായി. ആ ധ്യാനത്തിൽ സംബന്ധിച്ചപ്പോൾ എനിക്കൊരു ദൈവാനുഭവം ഉണ്ടാകുകയും ഞാൻ ഒത്തിരി ജപമാല ചെല്ലാനായിട്ടുള്ള ഒരു തീക്ഷ്ണമായ ആഗ്രഹം എനിക്ക് അന്നേരം ഉണ്ടായി. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു ജപമാല പോലും അന്ന് ഇല്ലായിരുന്നു. ഞാനൊരു ജപമാലയ്ക്ക് വേണ്ടി ഒത്തിരി ആഗ്രഹിച്ചു.
അങ്ങനെ എനിക്ക് ഒരു വെഞ്ചിരിക്കാത്തൊരു ജപമാല കിട്ടി. ഞാൻ ആ ജപമാല എടുത്തിട്ട് എനിക്ക് പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു ആഗ്രഹമൊക്കെ ഉള്ളിൽ നിന്ന് വരുന്നതുകൊണ്ട് ആ ജപമാല എടുത്ത് ഞാൻ ഒത്തിരി ജപമാലകൾ ഇങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങി. അവിടെ വെച്ചാണ് ഞാൻ ജപമാല പ്രാർത്ഥന മുഴുവനായിട്ട് കാണാതെ പഠിക്കുകയും പിന്നെ യാത്ര ചെയ്യുമ്പോഴും നടക്കുമ്പോഴും ജോലിക്കിടയ്ക്കൊക്കെ ജപമാലയിൽ പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്കൊരു കൃപ കിട്ടി. അതിനുശേഷം ഞാൻ വാർഡിലേക്ക് കടന്നു ചെന്നപ്പോൾ എനിക്ക് രോഗികളിൽ ഈശോയെ കാണാനൊക്കെ ആയിട്ട് സാധിച്ചു. അതിനു മുൻപ് പേഷ്യൻസ് യൂറിൻ ബോട്ടൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് കൊടുക്കാനായിട്ട് ഒത്തിരി മടിയായിരുന്നു. ഞാൻ ഈ ദൈവത്തിൻ്റെ ഈശോയുടെ ഒരു അനുഭവം കിട്ടിയതിന് ശേഷം രോഗികളിൽ ഈശോയെ കാണാൻ തുടങ്ങിയപ്പോൾ ഈശോയാണ് ആ യൂറിൻ ബോട്ട് ചോദിക്കുന്നതെന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ അതെനിക്ക് ഈശോ അവരിലുണ്ടെന്നുള്ളൊരു ഇതിൽ ഈശോ അവരിൽ വസിക്കുന്നു എന്ന ബോധ്യത്തോടെ അവരെ നോക്കിയപ്പോൾ എനിക്ക് അതൊക്കെ വളരെ ഈസി ആയിട്ട് തോന്നി. അതിനു മുമ്പ് പേഷ്യൻസ് മോഷൻ പാസ് ചെയ്യുമ്പോൾ 2, 3, 4 പ്രാവശ്യമൊക്കെ ഒരു മോഷൻ പാസ് ചെയ്യുമ്പോൾ ഇവരെ ക്ലീൻ ആക്കാനൊക്കെ ആയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പോൾ എനിക്ക് ദേഷ്യം ഇവരോട് തോന്നിയിരുന്നു. അതിനുശേഷം ഈശോയുടെ ഒരു അനുഭവം വന്നപ്പോൾ ഈശോ ഇവരിൽ വസിക്കുന്നു എന്നുള്ളൊരു ബോധ്യം വന്നപ്പോൾ അതൊക്കെ ഒത്തിരി സ്നേഹത്തോടെ ചെയ്യുവാനായിട്ട് എനിക്ക് അങ്ങനെ സാധിച്ചു. അങ്ങനെ ആദ്യം ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകാത്ത എനിക്ക് ഈ ഈശോയുടെ ഒരു അനുഭവമൊക്കെ വന്നതിന് ശേഷം ബൈബിള് തുറന്ന് വായിക്കാൻ തുടങ്ങുമ്പോൾ ബൈബിളിലെ എഴുതിയിരിക്കുന്ന വചനങ്ങളൊക്കെ മനസ്സിലാകാൻ തുടങ്ങി. വചനത്തിനൊക്കെ ഒത്തിരി ഭാരം കുറഞ്ഞ ഒരു ഭാരം കുറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ തോന്നി. അങ്ങനെ ഈശോയുടെ വചനങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ജോലിയിൽ എനിക്കൊരു പ്രൊമോഷൻ, ഞാൻ ഷിഫ്റ്റ് ഇൻചാർജ് എന്ന പോസ്റ്റിലേക്ക് ഉയർത്തപ്പെട്ടു. അപ്പോൾ ആ ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്കൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഷിഫ്റ്റ് ഇൻചാർജായിട്ട് ജോലി ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ ചിന്തിച്ചു, ഇവിടുന്ന് റിസൈൻ ചെയ്താലോ, അങ്ങനെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻ്റർനെറ്റിലൂടെ ഒരു വചനം എൻ്റെ ഹൃദയത്തെ വളരെ സ്പർശിച്ചു. വചനം ഇതായിരുന്നു, യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 41-ാം അധ്യായം 10-ാം തിരുവചനം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. സംഭ്രമിക്കേണ്ട, ഞാനാണ് നിൻ്റെ ദൈവം. ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. എനിക്ക് അന്ന് യെശയ്യാ എവിടെയാണ് അങ്ങനെയൊന്നും അറിയത്തില്ലാത്ത നാളുകളായിരുന്നു. ഞാൻ ഈ വചനം കിട്ടിയപ്പോൾ അതിൻ്റെ കൊട്ടേഷനൊക്കെ ഓർത്ത് വെച്ച് ബൈബിളിൽ തപ്പി യെശയ്യാ കണ്ടുപിടിച്ചു. അങ്ങനെ ആ വചനം വായിച്ച് 41:10 യെശയ്യാ 41:10 ഞാൻ വായിച്ചപ്പോൾ അതിൻ്റെ താഴെ 41:13 ഒരു വചനം കൂടെ എനിക്ക് ഒത്തിരി കരുത്ത് നൽകുന്ന ഒരു വചനമായിരുന്നു. അവിടെ വചനം ഇങ്ങനെ പറയുന്നു, നിൻ്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. അങ്ങനെ ഞാൻ ജോലി റൂമിൽ നിന്ന് നടന്നാണ് ഹോസ്പിറ്റലിലേക്ക് വരുന്നത്. നടന്നു വരുമ്പോഴൊക്കെ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും. നിൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വലതുകൈ പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഈ വചനം പറഞ്ഞ് ഞാൻ എൻ്റെ ജോലികളെല്ലാം ചെയ്തപ്പോൾ ഈശോ കരം പിടിച്ച് എന്നെ ജോലിയിൽ സഹായിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി. ഏറ്റവും മനോഹരമായിട്ട് അവിടെയുള്ള ജോലികളെല്ലാം ചെയ്തു തീർക്കുവാനായിട്ട് എനിക്ക് കൃപ ലഭിച്ചു. അതിനുശേഷം സമയത്തിൻ്റെ പൂർണ്ണതയിൽ ഖത്തറിലേക്ക് വരികയും ഇവിടെ നേഴ്സസ് മിനിസ്ട്രിയിൽ അംഗമാക്കാനൊക്കെയായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഇവിടെ വന്നപ്പോഴാണ് ലോകം മുഴുവനുമുള്ള 2 കോടി നേഴ്സുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തെ കാണുകയും ഒത്തിരി ഈശോയെ സ്നേഹിക്കുന്ന നേഴ്സുമാർ അവരോട് ചേർന്ന് നിൽക്കുവാനും അവരുടെ കൂടെ പ്രവർത്തിക്കാനും ഒക്കെ ദൈവം എന്നെ അനുഗ്രഹിച്ചു. എഫെസൂസ് 1:11 വചനം പറയുന്നത് പോലെ തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവിടുന്ന് അവനിൽ നമ്മെ മുൻകൂട്ടി തെരഞ്ഞെടുത്ത് നിയോഗിച്ചു. ദൈവം ഈ ലോകം മുഴുവനുള്ള 2 കോടി നേഴ്സുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ ഈശോയെ അറിയണമെന്നും ഈശോയെ അറിഞ്ഞ ഒരു നേഴ്സിലൂടെ അനേകം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ബോധ്യമെല്ലാം ഈ ഒരു കൂട്ടായ്മയിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഈ ഒരു കൂട്ടായ്മ വഴിയായിട്ട് ദൈവം എന്നെ അനുഗ്രഹിച്ചു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട നേഴ്സ് സഹോദരങ്ങളോട് പറയാനുള്ളത്, ഈശോയെ അറിഞ്ഞ ഒരു നേഴ്സിന് ഈ ലോകത്തിൽ ഈശോയെ അനേക കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ ഒരു നേഴ്സിനെ പോലെയല്ല വേദനിക്കുന്ന രോഗികളിൽ ഈശോയെ കണ്ടുകൊണ്ട് അവരുടെ മരണസമയത്ത് അവർക്കൊരു ആശ്വാസമായി, അവർക്ക് ദൈവത്തിൻ്റെ ഒരു സ്നേഹമായി മാറുവാനായിട്ട്, ദൈവത്തിൻ്റെ കരങ്ങളാകുവാനായിട്ട് ഈശോ നമ്മെ വിളിക്കുന്നു. ഓരോ നേഴ്സും ലോകത്തിൻ്റെ പ്രകാശമായി ഭൂമിയുടെ ഉപ്പാകുവാനായിട്ട് ഈശോ നമ്മെ ഈ നേഴ്സസ് മിനിസ്ട്രിയിലൂടെ വിളിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈശോയുടെ വചനങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ നേരിട്ട ഈ സഹോദരൻ്റെ അനുഭവം നമുക്കും ഉണർവേകട്ടെ. കുടുംബത്തിൻ്റെയോ ജോലിയുടെയോ ആയ എന്ത് പ്രതിസന്ധികൾ നേരിട്ടാലും കർത്താവിൻ്റെ വലതുകരം നമ്മെ താങ്ങുന്നുവെന്ന വിശ്വാസം നമ്മെ മുന്നോട്ട് നയിക്കട്ടെ. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള
എല്ലാ നഴ്സുമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നഴ്സും ഒരു വിശുദ്ധനായി, ഒരു വിശുദ്ധയായി തീരട്ടെ. ആമേൻ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.